ഹലോ എവരിവൺ, വെൽക്കം ടു EDFIL ലേണിംഗ്. ഡിസംബർ 2025 നെറ്റ് പേപ്പർ 2 സൈക്കോളജിക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന എല്ലാവരെയും ഞങ്ങൾ EDFIL ENLITE എന്ന് പറയുന്ന ഈ ഒരു സെഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സോ സൈക്കോളജിക്കൽ ടെസ്റ്റിംഗ് PYQ അനാലിസിസിൻ്റെ ബേസിൽ പാർട്ട് 1 നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരാണെങ്കിൽ പാർട്ട് 1 കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം പാർട്ട് 2ലേക്ക് കടക്കാം. സോ ഇന്നത്തെ സെഷനിൽ നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്തിരിക്കുന്നത് റിലയബിലിറ്റി, വെർബൽ ആൻഡ് നോൺ വെർബൽ ടെസ്റ്റ്, കൾച്ചർ ഫെയർ ടെസ്റ്റ്. അപ്പം റിലയബിലിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് വരുന്നത്. സോ വെർബൽ ആൻഡ് നോൺ വെർബൽ ടെസ്റ്റും കൾച്ചർ ഫെയർ ടെസ്റ്റും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു സെഷനിൽ പറഞ്ഞു പോകുന്നുണ്ട്. ഫസ്റ്റ് PYQ, ഇന്റർ സ്കോറർ റിലയബിലിറ്റി ഈസ് റെലവൻറ്റ് ഇൻ. അപ്പം ഈ പറയുന്ന ടെസ്റ്റുകളിൽ ഇന്റർ സ്കോറർ റിലയബിലിറ്റി ഏതിലൊക്കെയാണ് റെലവൻ്റ് ആയിരിക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ 2021 ചോദിച്ച ചോദ്യമാണ്. ഫസ്റ്റ് പ്രൊജക്റ്റീവ് ടെസ്റ്റ് കൊടുത്തിട്ടുണ്ട്, അച്ചീവ്മെൻറ്റ് ടെസ്റ്റ് വിത്ത് ഷോർട്ട് ആൻസേഴ്സ്, അച്ചീവ്മെൻറ്റ് ടെസ്റ്റ് വിത്ത് എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻസ്, സെൽഫ് റിപ്പോർട്ട്, പേഴ്സണാലിറ്റി ഇൻവെൻട്രീസ്. അപ്പം ഇതിൽ ഏതിലാണ് നമുക്ക് ഇന്റർ സ്കോറർ റിലയബിലിറ്റി റെലവൻ്റ് ആണെന്ന് ഉള്ളതാണ് നോക്കുന്നത്. ഫസ്റ്റ് നമ്മൾ റിലയബിലിറ്റി എന്താണെന്ന് അറിയണം, അതിൽ ഇന്റർ സ്കോറർ റിലയബിലിറ്റി എന്താണെന്ന് അറിയണം, ഇതിൽ ഏതിലൊക്കെയാണ് അത് റെലവൻ്റ് ആയിരിക്കുന്നതെന്നും അറിയണം. സോ അപ്പം നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ബേസിസിൽ നമുക്ക് നോക്കാം. ഇതിൽ ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഇതാ 1 and 2, 1 and 3, 1, 2 and 3, 2, 3 and 4 എന്നിട്ട് കുറേ ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഏതിലൊക്കെയാണ് ഇന്റർ സ്കോറർ റിലയബിലിറ്റി റെലവൻ്റ് ആയിരിക്കുന്നതെന്നാണ് നോക്കാം. ഫസ്റ്റ് വൺ, റിലയബിലിറ്റി എന്താ നോക്കാം അല്ലേ. സോ എ ടെസ്റ്റ് മസ്റ്റ് ബി റിലയബിൾ, വിച്ച് മീൻസ് ദാറ്റ് the results obtained should be consistent when the test is administered once or more than once on the same sample with a reasonable gap. അപ്പം നിങ്ങൾ ഒരു സൈക്കോളജി റിലേറ്റഡ് ആയിട്ട് ഏത് കോഴ്സ് എപ്പോൾ പഠിച്ചാണെങ്കിലും, ഇപ്പം ഡിഗ്രി ആണെങ്കിലും നിങ്ങൾ +1 +2 ഈവൻ PGക്ക് പഠിക്കുന്നതാണെങ്കിലും എപ്പോഴും നിങ്ങൾ ഒരു സ്കെയിൽ എടുക്കുമ്പോൾ അത് റിലയബിൾ ആയിരിക്കണം, വാലിഡ് ആയിരിക്കണം എന്ന് എപ്പോഴും കേൾക്കുന്നുണ്ടാവും. സോ എന്താണ് റിലയബിലിറ്റി എന്ന് നോക്കാം. ഒരു ടെസ്റ്റ് റിലയബിൾ ആണ് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ ദ റിസൾട്ട്സ് ഒബ്റ്റെയിൻ ഷുഡ് ബി കൺസിസ്റ്റൻറ്റ്. അപ്പം നമ്മൾക്ക് കിട്ടുന്ന റിസൾട്ട് കൺസിസ്റ്റൻ്റ് ആയിരിക്കണം. എപ്പം നമ്മൾ ആ ടെസ്റ്റ് ഒന്നിലധികമോ ആയിട്ട് അഡ്മിനിസ്റ്റർ ചെയ്യണം. അപ്പം ഒരു പ്രാവശ്യം അഡ്മിനിസ്റ്റർ ചെയ്ത ടെസ്റ്റ് സെയിം സാമ്പിളിൽ നമ്മൾ ഒരു റീസണബിൾ ഗ്യാപ്പ്, ഇപ്പം ഒരു പെർട്ടിക്കുലർ എമൗണ്ട് ഓഫ് ഗ്യാപ്പ് എടുത്തതിന് ശേഷം നമ്മൾ അതേ സാമ്പിളിൽ ഒന്നും കൂടി അഡ്മിനിസ്റ്റർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ആ റിസൾട്ട്സ് കൺസിസ്റ്റൻ്റ് ആയിട്ട് കിട്ടാൻ സാധിക്കണം. എങ്കിൽ മാത്രമേ ആ ഒരു ടെസ്റ്റ് റിലയബിൾ ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പം എന്താണ്, നമ്മളൊരു ടെസ്റ്റ് ഒരു പെർട്ടിക്കുലർ സാമ്പിൾ, ഇപ്പം ഒരു 18 to 25 years ഓഫ് ഏജ് വരുന്ന ഒരു അഡോളസൻസ് ഏജിൽ വരുന്ന ആൾക്കാർക്ക് ഞാനൊരു ടെസ്റ്റ് അഡ്മിനിസ്റ്റർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇന്ന് അഡ്മിനിസ്റ്റർ ചെയ്ത ടെസ്റ്റ് അതിൻ്റെ റിസൾട്ട്സ് കുറച്ച് കാലം കഴിഞ്ഞതിന് ശേഷം ഞാൻ അതേ സാമ്പിൾസിൽ അഡ്മിനിസ്റ്റർ ചെയ്യുന്ന സമയത്ത് എനിക്ക് അതേ റിസൾട്ട്സ് കിട്ടണം, കൺസിസ്റ്റൻ്റ് ആയിട്ട് ആ റിസൾട്ട്സ് കിട്ടണം. ഓക്കെ, സോ അങ്ങനെയാണെന്നുണ്ടെങ്കിലാണ് നമ്മളുടെ ആ ഒരു ടെസ്റ്റ് നമുക്ക് റിലയബിൾ ആണ് എന്ന് പറയാൻ പറ്റുക. സോ consistency in results obtained in a single administration is called index of internal consistency of the test. അപ്പം നമ്മളൊരു സിംഗിൾ അഡ്മിനിസ്ട്രേഷനിൽ കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള റിസൾട്ട്സ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ ഇൻഡെക്സ് ഓഫ് ഇന്റേണൽ കൺസിസ്റ്റൻസി എന്നാണ് പറയുക. നെക്സ്റ്റ്, consistency in results obtained upon testing and retesting is called index of temporal consistency. അപ്പം ടെസ്റ്റ് ചെയ്യുകയും റീടെസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നതിൽ നമുക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള റിസൾട്ട്സ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അവിടെ എന്താ നമ്മൾ പറയുക, ഇൻഡെക്സ് ഓഫ് ടെമ്പറൽ കൺസിസ്റ്റൻസി എന്ന് നമ്മൾ പറയും. സോ ഇൻഡെക്സ് ഓഫ് ടെമ്പറൽ കൺസിസ്റ്റൻസിയും ഇൻഡെക്സ് ഓഫ് ഇന്റേണൽ കൺസിസ്റ്റൻസി എന്താ നമ്മൾ പറഞ്ഞു. ഒരു ടെസ്റ്റിൽ നമ്മൾ ഒരു സിംഗിൾ അഡ്മിനിസ്ട്രേഷനിൽ നമുക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള റിസൾട്ട്സ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇൻഡെക്സ് ഓഫ് ഇന്റേണൽ കൺസിസ്റ്റൻസിയും ടെസ്റ്റ് റീടെസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള റിസൾട്ട്സ് കിട്ടുകയാണെങ്കിൽ അതിനെ നമ്മൾ ഇൻഡെക്സ് ഓഫ് ടെമ്പറൽ കൺസിസ്റ്റൻസി എന്ന് പറയും. സോ റിലയബിലിറ്റി ഇൻക്ലൂഡ്സ് ബോത്ത് ഇന്റേണൽ കൺസിസ്റ്റൻസി ആസ് വെൽ ആസ് ടെമ്പറൽ കൺസിസ്റ്റൻസി. റിലയബിലിറ്റി എന്ത് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്, ഇന്റേണൽ കൺസിസ്റ്റൻസിയും ടെമ്പറൽ കൺസിസ്റ്റൻസിയും രണ്ടും ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. For a test to be called sound, it must be reliable because reliability indicates the extent to which the scores obtained in the test are free from internal defects of standardization which are likely to produce error of measurements. അപ്പം
ഒരു ടെസ്റ്റ് സെറ്റ് ആവണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ അതെന്തായിരിക്കണം, റിലയബിൾ ആയിരിക്കണം. കാരണം എന്താ, റിലയബിലിറ്റി എന്ന് പറയുന്നത് it indicates the extent to which the scores obtained in the test are free from internal defects of standardizations. അപ്പം സ്റ്റാൻഡർഡൈസേഷൻ്റെ ഇന്റേണൽ ഡിഫക്ട്സിൽ നിന്നും എത്രത്തോളം ഫ്രീ ആണ് നമ്മുടെ സ്കോർസ് എന്നുള്ളത്, എത്രത്തോളം എക്സ്റ്റെൻഡ് വരെ ഫ്രീ ആണെന്നുള്ളത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ആരാണ്, റിലയബിലിറ്റി ആണ്. കൂടാതെ വിച്ച് ആർ ലൈക്ലി ടു പ്രൊഡ്യൂസ് എറേഴ്സ് ഓഫ് മെഷർമെന്റ്സിലെ എറേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ കാരണമാകുന്ന ഇന്റേണൽ ഡിഫക്ട്സ് ഓഫ് സ്റ്റാൻഡർഡൈസേഷൻ്റെ എത്രത്തോളം അത് നമുക്ക് ഫ്രീ ആണ്, അല്ലെങ്കിൽ ഈ ഒരു എഫക്റ്റ് അല്ലെങ്കിൽ ഈ ഒരു എറേഴ്സിൽ നിന്ന് എത്രത്തോളം നമ്മളുടെ ടെസ്റ്റ് അല്ലെങ്കിൽ റിസൾട്ട് അല്ലെങ്കിൽ നമ്മുടെ സ്കോർ ഫ്രീ ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്നത് ആരാണ്, നമ്മളുടെ റിലയബിലിറ്റി ആണ്. സോ there are several types of reliability, each influenced by different sources of measurement error. അപ്പം ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റിലയബിലിറ്റി ഉണ്ട്, പലതും ഡിഫറെൻറ്റ് സോഴ്സസ് ഓഫ് മെഷർമെൻറ്റ് എറർ ആണ് ഇൻഫ്ലുവൻസ് ചെയ്തിരിക്കുന്നത്. Test developers have the responsibility of reporting the reliability estimates that are relevant for a particular test. അപ്പം നമുക്ക് ടെസ്റ്റ് ഡെവലപ്പേഴ്സ് എന്തുണ്ട്, റെസ്പോൺസിബിലിറ്റി ഉണ്ട് നമ്മളുടെ എന്താണ് ഡിഫറെൻറ്റ് പെർട്ടിക്കുലർ ടെസ്റ്റിന് ഡിഫറെൻറ്റ് റിലയബിലിറ്റി ഇതാക്കാൻ വേണ്ടിയിട്ട്. ദ അക്സെപ്റ്റബിൾ ലെവൽ ഓഫ് റിലയബിലിറ്റി വിൽ ഡിഫർ ഡിപ്പെൻഡിങ് ഓൺ ദ ടൈപ്പ് ഓഫ് ടെസ്റ്റ്. നമ്മളുടെ റിലയബിലിറ്റി എത്രത്തോളം അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളത് ഓരോ ടെസ്റ്റിൻ്റെ ബേസ് ചെയ്തിട്ടിരിക്കും. ആൻഡ് ദ റിലയബിലിറ്റി എസ്റ്റിമേറ്റ്സ് യൂസ്ഡ്. ദ ടൈപ്പ് ഓഫ് റിലയബിലിറ്റി ആർ, ഏതൊക്കെ ടൈപ്പാണുള്ളത്? ഫസ്റ്റ് വൺ ടെസ്റ്റ് റീടെസ്റ്റ് റിലയബിലിറ്റി. ഫസ്റ്റ് വൺ എന്താണ്? ടെസ്റ്റ് റീടെസ്റ്റ് റിലയബിലിറ്റി. Test retest reliability refers to how consistently a test produces similar scores when administered to the same individuals after a certain period. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു certain പീരീഡിന് ശേഷം ഒരു certain സെയിം സാമ്പിളിൽ നമ്മൾ ടെസ്റ്റ് അഡ്മിനിസ്റ്റർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എത്രത്തോളം സിമിലർ ആയിട്ടുള്ള സ്കോർസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ടെസ്റ്റ് റീടെസ്റ്റ് റിലയബിലിറ്റിയിൽ പറയുന്നത്. ഇറ്റ് റിഫ്ലെക്ട്സ് ദ സ്റ്റെബിലിറ്റി ഓഫ് ബോത്ത് ദ ടെസ്റ്റ് ആൻഡ് ദ സൈക്കോളജിക്കൽ ട്രെയ്റ്റ് ഇറ്റ് മെഷേഴ്സ്. അപ്പം ഇതെന്ത് ചെയ്യുന്നുണ്ട്, ആ രണ്ട് ടെസ്റ്റിൻ്റെയും സ്റ്റെബിലിറ്റിയും സൈക്കോളജിക്കൽ ട്രെയ്റ്റ് മെഷർ ചെയ്യുന്നതിൻ്റെയും കാര്യങ്ങൾ റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്. സം ട്രെയ്റ്റ്സ് റിമെയിൻ റിലേറ്റീവ്ലി സ്റ്റേബിൾ ഓവർ ടൈം വൈൽ അതേഴ്സ് ഫ്ലക്ച്വേറ്റ്സ്. ചില സൈക്കോളജിക്കൽ ട്രെയ്റ്റ് എന്ന് പറയുന്നത് സ്റ്റേബിൾ ആയിട്ട് നിൽക്കും, കൂടാതെ ചിലത് എന്ത് ചെയ്യാൻ ഫ്ലക്ച്വേറ്റ് ചെയ്യാനും സാധ്യതയുണ്ട്. ഫോർ എക്സാമ്പിൾ, a person's reading ability is likely to remain steady across testing occasions. അപ്പം ഒരാളുടെ റീഡിങ് എബിലിറ്റി എന്ന് പറയുന്നത് എന്താണ്, സ്റ്റഡി ആയിട്ട് അല്ലെങ്കിൽ സ്റ്റേബിൾ ആയിട്ട് ഈ ഡിഫറെൻറ്റ് ഒക്കേഷൻസിൽ നിൽക്കാനുള്ള സാധ്യതയുണ്ട്. വേറാസ് ദെയർ ആങ്സൈറ്റി ലെവൽ മേ ചേഞ്ച് ഡ്യൂ ടു സിറ്റുവേഷണൽ ഫാക്ടേഴ്സ്. പക്ഷേ അവരുടെ ആങ്സൈറ്റി ലെവൽ ഓരോ സിറ്റുവേഷൻ അനുസരിച്ചിട്ട് മാറാനുള്ള സാധ്യതയും ഉണ്ട്. സോ നെക്സ്റ്റ് വൺ എന്താണ്, ഇന്റേണൽ കൺസിസ്റ്റൻസി റിലയബിലിറ്റി. Internal consistency reliability refers to how well the items within a test measure the same underlying construct or trait. എത്രത്തോളം നമ്മളുടെ ടെസ്റ്റിൽ വരുന്ന ഐറ്റംസ്, നമ്മളുടെ ക്വസ്റ്റ്യൻസ് എത്രത്തോളം നമ്മൾ ഉദ്ദേശിക്കുന്ന കൺസ്ട്രക്റ്റ് അല്ലെങ്കിൽ ട്രെയ്റ്റിനെ മെഷർ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് എന്ത്, ഇന്റേണൽ കൺസിസ്റ്റൻസി റിലയബിലിറ്റി എന്ന് പറയുന്നത്. അപ്പം ഇന്റേണൽ കൺസിസ്റ്റൻസി റിലയബിലിറ്റി റെഫേഴ്സ് ടു ഹൗ വെൽ ദ ഐറ്റംസ് വിത്തിൻ എ ടെസ്റ്റ് measure the same underlying construct or trait. A high internal consistency coefficient show that the test items are closely related in content, meaning they are homogeneous and assess the same quality. അപ്പം ഹൈ ഇന്റേണൽ കൺസിസ്റ്റൻസി കോഎഫിഷ്യൻ്റ് ആണ് എന്നുണ്ടെങ്കിൽ ആ ഐറ്റംസ് എന്താണ്, ക്ലോസ്ലി റിലേറ്റഡ് ആണ് കണ്ടന്റുമായിട്ട് അല്ലെങ്കിൽ ഹോമോജീനിയസ് ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. അതായത് നമ്മൾ ഉദ്ദേശിക്കുന്ന സെയിം ക്വാളിറ്റി അവർ അസസ് ചെയ്യുന്നുണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റും. Then, however, the length of the test can influence this reliability. നമ്മളുടെ ടെസ്റ്റിൻ്റെ ലെങ്ത് എന്ത് ചെയ്യും, ഈ ഒരു റിലയബിലിറ്റീനെ എഫക്റ്റ് ചെയ്യാനുള്ള സാധ്യതകൾ ഉണ്ട്. സോ നെക്സ്റ്റ് വൺ എന്താണ്, ഇന്റർ സ്കോറർ അല്ലെങ്കിൽ ഇന്റർ റേറ്റർ റിലയബിലിറ്റി. ഇതാണ് നമ്മളുടെ ക്വസ്റ്റ്യനിൽ വന്ന സാധനം അല്ലേ. ഇന്റർ സ്കോറർ എന്നും ഇന്റർ റേറ്റർ എന്നും പറയും. സോ ഇതാണ് നമ്മളുടെ ക്വസ്റ്റ്യൻ വന്നത്. ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ റിലയബിലിറ്റി എന്താണെന്നും അതിൽ വരുന്ന വേറെ ടൈപ്പുകൾ ഏതൊക്കെയാണെന്നും ഡിസ്കസ് ചെയ്തത്. അപ്പം ഇതിപ്പം ഇന്റർ സ്കോററിൽ വന്നതായിരിക്കും. അപ്പം നേരത്തെ ചിലപ്പം വേറെ ഏതെങ്കിലും റിലയബിലിറ്റിയുടെ ടൈപ്പ് ആയിരിക്കും ചിലപ്പം അടുത്ത പ്രാവശ്യം ക്വസ്റ്റ്യൻ ചോദിക്കുക. അപ്പം നിങ്ങളെല്ലാം ഒന്ന് നോട്ട് ചെയ്തിട്ട് പോകാൻ ശ്രദ്ധിക്കുക. സോ ഇന്റർ റേറ്റർ റിലയബിലിറ്റി റെഫേഴ്സ് ടു ദ എക്സ്റ്റെന്റ് ടു വിച്ച് the test scores remain consistent when evaluated by 2 or more raters. അപ്പം
രണ്ടോ അതിലധികമോ ആയിട്ടുള്ള ഈ ടെസ്റ്റ് റേറ്റേഴ്സിന്റെ അടുത്ത് നിന്ന് സ്കോർസ് കൺസിസ്റ്റന്റ് ആയിട്ട് കിട്ടുകയാണ് എന്നുണ്ടെങ്കിൽ, അപ്പോൾ ഒരാൾ ടെസ്റ്റ് നമ്മൾ റേറ്റ് ചെയ്തെന്ന് വിചാരിക്കാം, അവർക്ക് കിട്ടുന്ന അതേ കൺസിസ്റ്റന്റ് ആയിട്ടുള്ള സ്കോർസ് തന്നെ വേറൊരാൾ ഈ ടെസ്റ്റ് മെഷർ ചെയ്യുമ്പോഴും കിട്ടണം. അതാണ് എന്ത് ഇന്റർ സ്കോറർ അല്ലെങ്കിൽ ഇന്റർ റേറ്റർ റിലയബിലിറ്റി എന്ന് പറയുന്നത്. ഇൻ സം അസസ്മെന്റ്സ് scorers judge the responses and assign scores, and variations in their judgments can lead to differences in results. അപ്പം ചില അസസ്മെന്റ് സമയത്ത് ഈ സ്കോറേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്, റെസ്പോൺസസ് ജഡ്ജ് ചെയ്തിട്ട് അവർ സ്കോർസ് അസൈൻ ചെയ്യുന്നുണ്ട്. ആ വേരിയേഷൻസ് അല്ലെങ്കിൽ അവരുടെ ജഡ്ജ്മെന്റ് ബേസ് ചെയ്തിട്ട് റിസൾട്ട്സിന് എന്ത് ചെയ്യാൻ പറ്റും, വേരിയേഷൻസ് സംഭവിക്കാനുള്ള സാധ്യതകളുണ്ട്. ഹൈ ഇന്റർ റേറ്റർ റിലയബിലിറ്റി കോഎഫിഷ്യന്റ് സജസ്റ്റ് ദാറ്റ് rating process is consistent and the scores are dependable. ഹൈ ഇന്ററേറ്റർ റിലയബിലിറ്റി ആണ് കിട്ടുന്നത് എന്നുണ്ടെങ്കിൽ എന്താണ് അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്, നമ്മളുടെ റേറ്റിംഗ് പ്രോസസ്സ് കൺസിസ്റ്റന്റ് ആണ് അല്ലെങ്കിൽ നമ്മളുടെ സ്കോർസ് ഡിപ്പെൻഡബിൾ ആണ് എന്നുള്ളതാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. Although inter-rater reliability is often lower than other forms of reliability, it can be improved through proper training of raters. അപ്പം ഇന്റർ റേറ്റർ റിലയബിലിറ്റി ബാക്കിയുള്ള റിലയബിലിറ്റി ഫോംസിനെക്കാട്ടും ലോവർ ആണെന്നുണ്ടെങ്കിലും അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രോപ്പർ ട്രെയിനിങ് വഴി, റേറ്റേഴ്സിന്റെ പ്രോപ്പർ ട്രെയിനിങ് വഴി നമുക്കത് ഇംപ്രൂവ് ചെയ്യാൻ പറ്റും ടു എൻഷുർ ഗ്രേറ്റർ അഗ്രിമെന്റ് ആൻഡ് അക്യുറസി. സോ ഇന്റർ സ്കോറർ റിലയബിലിറ്റി, ഓൾസോ കോൾഡ് ഇന്റർ റേറ്റർ റിലയബിലിറ്റി, refers to the degree of agreement or consistency between two or more scorers who is independently evaluate or score the same responses. അപ്പം ഇന്റർ സ്കോറർ റിലയബിലിറ്റി എന്ന് പറയുന്നത് എന്താണ്, ഡിഗ്രി ഓഫ് അഗ്രിമെന്റ് ഓർ കൺസിസ്റ്റന്റ് ബിറ്റ്വീൻ ടു ഓർ മോർ സ്കോറേഴ്സ്. അപ്പം രണ്ട് സ്കോർ ചെയ്യുന്ന ആൾക്കാരെ കൊണ്ട് ഒരേ ടെസ്റ്റ് നമ്മൾ മെഷർ ചെയ്യിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ എത്രത്തോളം അവർ അഗ്രി ചെയ്യുന്നുണ്ട് എന്നുള്ള ഡിഗ്രി അല്ലെങ്കിൽ എത്രത്തോളം അത് കൺസിസ്റ്റന്റ് ആണ് എന്നുള്ള ഡിഗ്രിയാണ് നമ്മളുടെ ഇന്റർ സ്കോറർ റിലയബിലിറ്റിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇറ്റ് ബിക്കംസ് ഇമ്പോർട്ടൻറ്റ് വെൻ ഹ്യൂമൻ ജഡ്ജ്മെന്റ് ഈസ് ഇൻവോൾവ്ഡ് ഇൻ scoring, that is when answers are subjective or open ended. ഇതെന്താണ് ഇമ്പോർട്ടൻ്റ് ആവുന്നുണ്ട്, വെൻ ഹ്യൂമൻ ജഡ്ജ്മെന്റ്സ് ഇൻവോൾവ് ചെയ്യുന്നത് കൊണ്ട് തന്നെ, അവരുടെ സ്കോറിങ്ങിൽ ഹ്യൂമൻ ജഡ്ജ്മെന്റ്സ് ഇൻവോൾവ് ചെയ്യുന്നത് കൊണ്ട് തന്നെ അവരുടെ ആൻസേഴ്സ് എന്താണ് സബ്ജക്റ്റീവും ഓപ്പൺ എൻഡഡ് ഒക്കെ ആയിരിക്കുന്നത് കൊണ്ട് തന്നെ ഇത് കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണുന്നുണ്ട്. സോ ഇനി പ്രൊജക്റ്റീവ് ടെസ്റ്റ് ഓഫ് പേഴ്സണാലിറ്റി ആണ് നമ്മളുടെ ഫസ്റ്റ് ഓപ്ഷനിൽ വന്നിരിക്കുന്നത്. ഏതാണ് ഇന്റർ സ്കോറർ റിലയബിലിറ്റി നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റാമെന്നാണ് നോക്കിയത്. അപ്പം എന്താണ് പ്രൊജക്റ്റീവ് ടെസ്റ്റ് ഓഫ് പേഴ്സണാലിറ്റി വന്നിട്ടുണ്ട്. അതിൽ സ്കോറിംഗ് ഇൻവോൾവ്സ്. അപ്പം ഇവിടെ നമ്മൾ പറഞ്ഞു കണ്ടോ, സബ്ജക്റ്റീവായിട്ട് അല്ലെങ്കിൽ ഓപ്പൺ എൻഡഡ് ആയിട്ടുള്ള റെസ്പോൺസസ് വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിൽ കൂടുതലും ഇന്റർ സ്കോറർ റിലയബിലിറ്റി നമുക്ക് യൂസ് ചെയ്യാമെന്നാണ് പറയുന്നത്. സോ പ്രൊജക്റ്റീവ് ടെസ്റ്റ് ഓഫ് പേഴ്സണാലിറ്റി എന്ന് പറയുമ്പോൾ എന്താണ്, സ്കോറിംഗ് ഇൻവോൾവ്സ് ഇന്റർപ്രിട്ടേഷൻ ഓഫ് റെസ്പോൺസസ്. ഡിഫറെന്റ് എക്സാമിനേഴ്സ് മൈറ്റ് ഇന്റർപ്രറ്റ് ഡിഫറെൻ്റ്ലി, സോ ഇന്റർപേഴ്സണൽ റിലേറ്റീവ് ഹൈലി റിലവൻറ്റ് എന്നാണ് പറയുന്നത്. അതായത് നമ്മൾ പ്രൊജക്റ്റീവ് ടെസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്, റെസ്പോൺസസ് നമ്മൾ ഒരാളുടെ പേഴ്സണിന്റെ സബ്ജക്റ്റീവ് റെസ്പോൺസസ് ആണ് കൂടുതൽ എടുക്കുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ സബ്ജക്റ്റീവ് റെസ്പോൺസസ് എടുക്കുന്നത് കൊണ്ട് തന്നെ രണ്ടാൾക്കാർക്ക് ഡിഫറെൻറ്റ് എക്സാമിനേഴ്സിന് എന്ത് ചെയ്യാൻ പറ്റും, ഇന്റർപ്രറ്റ് ചെയ്യാൻ പറ്റും. അപ്പം സബ്ജക്റ്റീവ് റെസ്പോൺസസ് ആണെങ്കിൽ അവിടെ ഇന്റർ സ്കോറർ റിലയബിലിറ്റി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത്. അപ്പം പ്രൊജക്റ്റീവ് ടെസ്റ്റ് ഓഫ് പേഴ്സണാലിറ്റിയിൽ കൂടുതലും നമ്മൾ ഡ്രോയിങ്സ് അല്ലെങ്കിൽ ആംബിഗസ് അല്ലെങ്കിൽ അൺആംബിഗസ് ആയിട്ടുള്ള സ്റ്റിമുലൈൻ്റെ ബേസ് ചെയ്തിട്ട് അവരുടെ സബ്ജക്റ്റീവ് റെസ്പോൺസ് അല്ലെങ്കിൽ ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ കൂടുതൽ കൊടുക്കുന്നത് അല്ലേ. അവർക്ക് എന്താണോ പറയാൻ തോന്നുന്നത്, നമ്മൾ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ എന്തുണ്ട്, നമ്മളവിടെ പറയുന്നുണ്ട് നിങ്ങൾക്ക് ഈ ഒരു പിക്ചർ കണ്ടിട്ട് എന്താണ് നിങ്ങൾക്ക് പറയാൻ തോന്നുന്നത് അത് നിങ്ങൾക്ക് പറയാന്നുള്ളത്. സോ അതൊരു സബ്ജക്റ്റീവായിട്ട് അല്ലെങ്കിൽ ഓപ്പൺ എൻഡഡ് ആയിട്ട് കാണുന്നതാണ്. സോ അവിടെ എന്തുണ്ട്, നമുക്ക് ഇന്റർ സ്കോറർ റിലയബിലിറ്റി കൊടുക്കാൻ പറ്റും. ഇനി അച്ചീവ്മെന്റ് ടെസ്റ്റ് വിത്ത് ഷോർട്ട് ആൻസേഴ്സ് എന്ന് പറയുന്നുണ്ട്. അതാണ് നമ്മളുടെ രണ്ടാമത്തെ ഓപ്ഷൻ. Responses are brief but may not have a single exact answer. അപ്പം റെസ്പോൺസസ് ബ്രീഫ് ആയിട്ടാണ്, പക്ഷെ ഒരു ഒബ്ജക്റ്റീവ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ആൻസർ അല്ല നമുക്ക് കിട്ടുക. അത് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് പോലെ, ഷോർട്ട് എക്സ്പ്ലനേഷൻസ് പോലെ അവിടെ ഒരു ഷോർട്ട് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് അവിടെ ഉള്ളത്. അപ്പം ഒരു സിംഗിൾ ആയിട്ട് ഒരു വൺ വേർഡ് ആൻസർ ആയിട്ടല്ല നമുക്ക് കാണാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെ ഹ്യൂമൻ സ്കോറേഴ്സ് മേ ഡിഫർ സ്ലൈറ്റ്ലി ഇന്റർ സ്കോറർ റിലയബിലിറ്റി മാറ്റേഴ്സ്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇന്റർ സ്കോറർ റിലയബിലിറ്റി അവിടെ റെലവൻ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് വൺ എന്താണ്, അച്ചീവ്മെന്റ് ടെസ്റ്റ് വിത്ത് എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻസ്. അപ്പം തന്നെ നമുക്ക് മനസ്സിലാവും അല്ലേ, സ്കോറിംഗ് എസ്സേസ് ഇൻവോൾവ് സബ്ജക്റ്റീവ്
ജഡ്ജ്മെന്റ്, സബ്ജക്റ്റീവ് ആയിട്ടുള്ള ജഡ്ജ്മെന്റ് ഇൻവോൾവ് ചെയ്യുന്നത് കൊണ്ട് തന്നെ അവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇന്റർ സ്കോർ റിലയബിലിറ്റി റെലവൻറ്റ് ആണ്. സോ തേർഡ് ഓപ്ഷൻ അച്ചീവ്മെന്റ് ടെസ്റ്റും ഉണ്ട്. ഇനി ലാസ്റ്റ് ഓപ്ഷൻ എന്താണ്? സെൽഫ് റിപ്പോർട്ട് പേഴ്സണാലിറ്റി ഇൻവെന്ററീസ്. സെൽഫ് റിപ്പോർട്ട് ക്വസ്റ്റ്യനയേഴ്സ് അല്ലെങ്കിൽ പേഴ്സണാലിറ്റി ഇൻവെന്ററീസ് ഒക്കെ തന്നെ നമുക്ക് എങ്ങനെയാണ് നമുക്കത് സ്കോർ ചെയ്യാൻ പറ്റുന്നത്, അല്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണ് അതിൻ്റെ ഒരു ആൻസർ ടൈപ്പ് വരുന്നത്? കൂടുതലും ഒബ്ജക്റ്റീവ് ആണ് അല്ലേ? ഡിസഗ്രി, എഗ്രി, സ്ട്രോങ്ലി എഗ്രി, മോഡറേറ്റ്ലി എഗ്രി, അല്ലെങ്കിൽ യെസ് നോ എന്ന് പറയുന്ന ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് കൂടുതലും ഇൻവെന്ററീസിൽ വരുന്നത്. സോ സ്കോറിംഗ് ഇസ് ഒബ്ജക്റ്റീവ്. ഓക്കെ, നോ ഹ്യൂമൻ ഇന്റർപ്രിട്ടേഷൻ, ഇന്റർ സ്കോറർ റിലയബിലിറ്റി നോട്ട് റിക്വയർഡ്. അപ്പോൾ ഹ്യൂമൻ ഇന്റർപ്രിട്ടേഷൻ അവിടെ കുറവാണ്. അവിടെ കൂടുതലും സ്കെയിലിംഗ് ആയിട്ട് സ്റ്റാൻഡർഡൈസ്ഡ് ആയിട്ടുള്ള മെഷർ ഉള്ളത് കൊണ്ട് തന്നെ ഹ്യൂമൻ ഇന്റർപ്രിട്ടേഷൻ കുറവായതുകൊണ്ട് നമുക്കവിടെ ഇന്റർ സ്കോറർ റിലയബിലിറ്റിയുടെ ഒരാവശ്യകത ഇല്ല. സോ നമ്മളുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഇന്റർ സ്കോറർ റിലയബിലിറ്റി ഇസ് റിലവൻറ്റ് ഇൻ പ്രൊജക്റ്റീവ് ടെസ്റ്റ് ഓഫ് പേഴ്സണാലിറ്റി അല്ലേ? നമുക്കത് യൂസ് ചെയ്യാൻ പറ്റും. അച്ചീവ്മെന്റ് ടെസ്റ്റ് വിത്ത് ഷോർട്ട് ആൻസേഴ്സ് യൂസ് ചെയ്യാൻ പറ്റും. അച്ചീവ്മെന്റ് ടെസ്റ്റ് വിത്ത് എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് യൂസ് ചെയ്യാൻ പറ്റും. പക്ഷേ സെൽഫ് റിപ്പോർട്ട് പേഴ്സണാലിറ്റി ഇൻവെന്ററീസിൽ എന്ത് ചെയ്യാൻ പറ്റില്ല? യൂസ് ചെയ്യാനായിട്ട് പറ്റില്ല. സോ നമ്മളുടെ ആൻസർ എന്താ? 1, 2 and 3. ഓപ്ഷൻ സി ആണ് നമ്മളുടെ ആൻസർ വരുന്നത്. നെക്സ്റ്റ് PYQ നമ്പർ 2. On the basis of which criterion the tests are classified into verbal test and non-verbal test? ഈ പറയുന്നതിൽ ഏത് ക്രൈറ്റീരിയൻ യൂസ് ചെയ്തിട്ടാണ് നമുക്ക് വേർബൽ ടെസ്റ്റും നോൺ വേർബൽ ടെസ്റ്റും ആയിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റുക ഒരു ടെസ്റ്റിനെ എന്നാണ് പറയുന്നത്. ഏതൊക്കെയാണ് ക്രൈറ്റീരിയൻ പറഞ്ഞത്? ക്രൈറ്റീരിയൻ ഓഫ് പേർപ്പസസ്, ക്രൈറ്റീരിയൻ ഓഫ് കണ്ടന്റ്സ് ഓഫ് ഐറ്റംസ്, ക്രൈറ്റീരിയൻ ഓഫ് സ്കോറിംഗ്, ക്രൈറ്റീരിയൻ ഓഫ് ടൈം ലിമിറ്റ്സ്. 4 ക്രൈറ്റീരിയൻ ആണ് പറഞ്ഞിരിക്കുന്നത്. സോ ഫസ്റ്റ് വേർബൽ ഉണ്ടെങ്കിൽ നോൺ വേർബൽ ടെസ്റ്റ് എന്താണെന്ന് അറിയാം. കൂടുതൽ ആൾക്കാർക്കും അറിയുന്ന ഒരു കൺസെപ്റ്റ് ആണ്. വേർബൽ ടെസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ടെസ്റ്റ് ദാറ്റ് റിക്വയർ ലാംഗ്വേജ് ബേസ്ഡ് റെസ്പോൺസസ്. ലാംഗ്വേജ് യൂസ് ചെയ്തിട്ട് വരുന്ന ടെസ്റ്റുകൾ അല്ലെങ്കിൽ ലാംഗ്വേജ് ബേസ് ചെയ്തിട്ടുള്ള റെസ്പോൺസസ് വരുന്നതാണ് എന്ത്? വേർബൽ ടെസ്റ്റ് എന്ന് പറയുന്നത്. വൊക്കാബുലറി ആവാം, കോംപ്രിഹെൻഷൻ ആവാം, അരിത്മെറ്റിക് പ്രോബ്ലംസ് ആവാം, എക്സ്പ്രഷൻ ഇൻ വേർഡ്സ് ആവാം. ഇതെല്ലാം തന്നെ വേർബൽ ടെസ്റ്റിൻ്റെ അണ്ടറിൽ വരുന്നതാണ്. നെക്സ്റ്റ് വൺ എന്താണ്? നോൺ വേർബൽ ടെസ്റ്റ്. ടെസ്റ്റ് ദാറ്റ് ഡു നോട്ട് റിക്വയർ ലാംഗ്വേജ്. നോൺ വേർബൽ ടെസ്റ്റിൽ എന്തുണ്ട്? ലാംഗ്വേജിന്റെ യൂസ് ഇല്ല. ദേ യൂസ് സിംബൽസ്, പിക്ചേഴ്സ്, ഡിസൈൻസ് ഓർ ടാസ്ക് റിക്വയറിംഗ് മാനിപ്പുലേഷൻ. എക്സാമ്പിൾ പസിൽസ്, ബ്ലോക്ക് ഡിസൈൻ, പെർഫോമൻസ് ടെസ്റ്റ്, ഇതെല്ലാം തന്നെ നോൺ വേർബൽ ടെസ്റ്റിൽ വരുന്നത്. അപ്പം പിക്ചേഴ്സ്, ഡിസൈൻസ്, സിംബൽസ് ഒക്കെ യൂസ് ചെയ്തിട്ട് നമ്മൾ ലാംഗ്വേജിന്റെ ഉപയോഗം ഇല്ലാതെ നടത്തുന്നതാണ് നോൺ വേർബൽ ടെസ്റ്റ്. ലാംഗ്വേജിന്റെ യൂസോട് കൂടി നടത്തുന്നതാണ് എന്ത്? വേർബൽ ടെസ്റ്റ്. സോ നമ്മൾ ഓപ്ഷനിൽ ക്രൈറ്റീരിയൻ ഓഫ് പേർപ്പസ് എന്ന് പറയുന്നുണ്ട്. എന്താണ്? ദിസ് ക്ലാസിഫൈ ടെസ്റ്റ് അക്കോർഡിംഗ് ടു വൈ ദേ ആർ യൂസ്. എന്താണ് നമ്മുടെ പേർപ്പസ്? ഒരു ടെസ്റ്റ് യൂസ് ചെയ്യുന്നത് നമ്മുടെ പേർപ്പസ് എന്ത് എന്ന് ബേസ് ചെയ്തിട്ട് നമ്മൾ യൂസ് ചെയ്യുകയാണെന്നാണെങ്കിൽ അതാണ് എന്ത്? ക്രൈറ്റീരിയൻ ഓഫ് പേർപ്പസ് ആണ്. മെയിനായിട്ട് അതിൽ ഇൻ്റലിജൻസ് ടെസ്റ്റ് ആണോ, ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ആണോ, അച്ചീവ്മെന്റ് ടെസ്റ്റ് ആണോ, ക്രിയേറ്റിവിറ്റി ആണോ, പേഴ്സണാലിറ്റി ആണോ, ഇതൊക്കെ തന്നെയാണ് അതിൻ്റെ പേർപ്പസ്. എന്തിനു വേണ്ടിയിട്ട്? വൈ എന്നുള്ള ഒരു ചോദ്യമാണ് വരുന്നത്. സോ ഇവിടെ എന്താണ്? ഇറ്റ് ഈസ് നോട്ട് കറക്റ്റ് ഹിയർ ബിക്കോസ് വേർബൽ വേഴ്സസ് നോൺ വേർബൽ ഇസ് അബൌട്ട് വാട്ട് ദ ടെസ്റ്റ് കണ്ടെയ്ൻസ്, നോട്ട് ഇറ്റ്സ് പേർപ്പസ്. അപ്പം വേർബൽ ടെസ്റ്റ്, നോൺ വേർബൽ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ അതിൽ എന്ത് ഐറ്റംസ് എന്ത് കണ്ടെയ്ൻ ചെയ്യുന്നു എന്നുള്ള ബേസിസിലാണ്, അല്ലാതെ എന്തിനു വേണ്ടി ചെയ്യുന്നു എന്നുള്ളതിന് വേണ്ടിയിട്ടല്ല. സോ ഇതെന്തല്ല? ക്രൈറ്റീരിയൻ ഓഫ് പേർപ്പസ് നമ്മളുടെ വേർബൽ നോൺ വേർബൽ ടെസ്റ്റിന്റെ ഒരു ബേസിസ് ആയിട്ട് പറയാൻ പറ്റില്ല. നെക്സ്റ്റ് വൺ, ക്രൈറ്റീരിയൻ ഓഫ് കണ്ടന്റ്സ് ഓഫ് ഐറ്റംസ്. Classification is based on the nature of test items. ഐറ്റംസിന്റെ നേച്ചർ എന്ത് എന്നുള്ള അതിന്റെ കണ്ടന്റ് എന്ത് എന്ന് ബേസ് ചെയ്തിട്ട് വരുന്നതാണ് ക്രൈറ്റീരിയൻ ഓഫ് കണ്ടന്റ്സ് ഓഫ് ഐറ്റംസ്. വെദർ ദേ റിക്വയർ, ഇവിടെയാണ് എന്ത്? നമ്മൾ വേർബൽ അല്ലെങ്കിൽ ലാംഗ്വേജ് സ്കിൽസ് യൂസ് ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ നോൺ വേർബൽ സ്കിൽസ് ആണ് യൂസ് ചെയ്യുന്നതിന്റെ ബേസിസിലുള്ളത്. സോ എക്സാമ്പിൾസ് ആണ് നമ്മളുടെ എന്ത് വരുന്നത്? വേർബൽ അല്ലെങ്കിൽ നോൺ വേർബൽ വരുന്നത്. വേർബലിൽ വേർഡ് ഡെഫിനീഷൻസ്, റീഡിംഗ് കോംപ്രിഹെൻഷൻ, എസ്സേ ക്വസ്റ്റ്യൻസ് ഒക്കെയും, നോൺ വേർബലിൽ ബ്ലോക്ക് ഡിസൈൻ, പാറ്റേൺ കംപ്ലീഷൻ ബേസിസ് ഒക്കെയാണ് വരുന്നത്. സോ നെക്സ്റ്റ് വൺ എന്താണ്? ക്രൈറ്റീരിയൻ ഓഫ് സ്കോറിംഗ്. ദിസ് ഡിസ്റ്റിംഗ്വിഷ് ടെസ്റ്റ് ബൈ ഹൗ ദേ ആർ സ്കോർഡ്. അപ്പം എങ്ങനെയാണ് സ്കോർ ചെയ്യുന്നത് എന്നുള്ള ബേസിസിലാണ് നമ്മൾ ഈ ഒരു ഡിസ്റ്റിംഗ്വിഷൻ നടത്തുന്നത്. ഫസ്റ്റ് അതിലെന്തുണ്ട്? ഒബ്ജക്റ്റീവും ഉണ്ട്, സബ്ജക്റ്റീവും ഉണ്ട്. ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് എന്താണ്? മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ട്രൂ ഓർ ഫോൾസ്, യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ്, ട്രൂ ഓർ ഫോർ ക്വസ്റ്റ്യൻസ്, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ സ്ട്രോങ്ലി അഗ്രി, ഡിസഗ്രി, അഗ്രി അങ്ങനെ വരുന്നതൊക്കെ ആണെങ്കിൽ ഒബ്ജക്റ്റീവ് ടൈപ്പ് ആണെന്നുള്ളത്
ഇതിൻ്റെ അണ്ടറിൽ വരുന്ന സാധനം. അപ്പോൾ ക്രൈറ്റീരിയൻ ഓഫ് സ്കോറിങ്ങിൻ്റെ ബേസിൽ ഇപ്പം ഇനിയിപ്പോൾ വേർബൽ ആൻഡ് നോൺ വേർബലിന് പകരം ഒബ്ജക്റ്റീവ് ആൻഡ് സബ്ജക്റ്റീവ് ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് എങ്ങനെയാണ് നമുക്ക് ക്ലാസിഫൈ ചെയ്യാം, എന്തിൻ്റെ ബേസിൽ ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ എന്താണ് വരിക? ക്രൈറ്റീരിയൻ ഓഫ് സ്കോറിംഗ് ആണ് വരിക. ഓക്കെ, സോ സബ്ജക്റ്റീവായിട്ട് എസ്സേസ്, പ്രൊജക്റ്റീവ് ടെസ്റ്റ് ഇതൊക്കെ സബ്ജക്റ്റീവായിട്ട് വരുന്ന സാധനങ്ങളാണ്. ഇതെന്തല്ല നോൺ വേർബൽ അല്ലെങ്കിൽ വേർബൽ ഡിസ്റ്റിങ്ഷന് വേണ്ടി യൂസ് ചെയ്യുന്നതല്ല. നെക്സ്റ്റ് വൺ എന്താണ്? ക്രൈറ്റീരിയൻ ഓഫ് ടൈം ലിമിറ്റ്സ്. ദിസ് ക്ലാസിഫൈ ടെസ്റ്റ് ബേസ്ഡ് ഓൺ സ്പീഡ് വേഴ്സസ് പവർ ടെസ്റ്റ്. അപ്പം സ്പീഡ് വേഴ്സസ് പവർ ടെസ്റ്റ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നത് എന്താണ്? ക്രൈറ്റീരിയൻ ഓഫ് ടൈം ലിമിറ്റ്സ് ആണ്. സ്പീഡ് ടെസ്റ്റ് എന്താണ്? ലിമിറ്റഡ് ടൈം, മെനി ഈസി ഐറ്റംസ്. അപ്പം സ്പീഡ് ടെസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ലിമിറ്റഡ് ടൈമിൽ ഈസി ഐറ്റംസ് ഒക്കെ വെച്ചിട്ട് കൊടുക്കുന്നതാണ് സ്പീഡ് ടെസ്റ്റ്. പവർ ടെസ്റ്റ് എന്താണ്? മെഷേഴ്സ് മാക്സിമം എബിലിറ്റി ഹാർഡർ ഐറ്റംസ്. ഇവിടെ നമ്മൾ മാക്സിമം എബിലിറ്റി മെഷർ ചെയ്യുന്നുണ്ട്, കൂടുതലും ഹാർഡർ ഐറ്റംസ് ആണ് ഇവിടെ നമുക്ക് കൊടുക്കുന്നത്. സോ ക്രൈറ്റീരിയൻ ഓഫ് ടൈം ലിമിറ്റ്സിന്റെ ബേസ് ചെയ്തിട്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? സ്പീഡ് ടെസ്റ്റ്, പവർ ടെസ്റ്റ് ആയിട്ട് ടെസ്റ്റിനെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. സോ വെർബൽ വേഴ്സസ് നോൺ വെർബൽ ഇസ് ഡിറ്റർമൈൻഡ് ബൈ വാട്ട് ദ ഐറ്റംസ് റിക്വയർ. എന്തൊരു ഐറ്റമിന് ആവശ്യമുണ്ട്, എന്താണ് നമ്മുടെ ക്വസ്റ്റ്യന് ആവശ്യം, ലാംഗ്വേജ് സ്കില്ലാണോ അല്ലെങ്കിൽ നോൺ വെർബൽ സ്കില്ലാണോ എന്ന് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? വെർബൽ വേഴ്സസ് നോൺ വെർബൽ ആക്കി മാറ്റുന്നത്. അപ്പം നമ്മളുടെ ക്വസ്റ്റ്യൻ നമ്പർ 2ന്റെ ബേസിസിൽ നമുക്ക് ആൻസർ എന്താ വരിക? ക്രൈറ്റീരിയൻ ഓഫ് കണ്ടൻസ് ഓഫ് ഐറ്റംസ്. ഓപ്ഷൻ നമ്പർ 2 ആണ് നമ്മളെ വേർബൽ അല്ലെങ്കിൽ നോൺ വേർബൽ ടെസ്റ്റ് ആയിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാനായിട്ട് പറ്റുക എന്ന് പറയുന്നത്. നെക്സ്റ്റ് PYQ 3. തേർഡ് PYQ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എന്താണ്? വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഇസ് കൺസിഡേർഡ് ആസ് എ കൾച്ചർ ഫെയർ ടെസ്റ്റ്. ഈ പറയുന്ന ഓപ്ഷനിൽ ഏതാണ് കൾച്ചർ ഫെയർ ടെസ്റ്റ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത്? ബാട്ടിയാസ് ബാറ്ററി ഓഫ് ഇൻ്റലിജൻസ്, കോഫ്മൻസ് ഇൻ്റലിജൻസ് ടെസ്റ്റ്, വെഷ്ലർ അഡൽട്സ് ഇൻ്റലിജൻസ് സ്കെയിൽ, നെഗ്ലിയേരി നോൺ വേർബൽ എബിലിറ്റി ടെസ്റ്റ്. ഈ 4 ടെസ്റ്റാണ്. ഇതിൽ 3 നിങ്ങൾക്ക് ഭയങ്കര ഫെമിലിയർ ആയിരിക്കും, 4ാമത്തെ ആയിരിക്കും ഫെമിലിയാരിറ്റി കുറച്ച് കുറവുള്ളത്. സോ എന്താണെന്ന് നോക്കാം. കൾച്ചർ ഫെയർ ടെസ്റ്റ് എന്താണെന്നുള്ളത് ആദ്യം നോക്കാം. കൾച്ചർ ഫെയർ ടെസ്റ്റ് എന്ന് പറയുന്നത് കൾച്ചർ ഫ്രീ ടെസ്റ്റ് എന്നും അല്ലെങ്കിൽ നോൺ വേർബൽ ടെസ്റ്റ് എന്നും പറയുന്നുണ്ട്. വിച്ച് ആർ ഡിസൈൻഡ് ടു മിനിമൈസ് ദ ഇൻഫ്ലുവൻസ് ഓഫ് ലാംഗ്വേജ്, കൾച്ചർ, നോളജ് ആൻഡ് എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ട്. അപ്പം ഒരു ടെസ്റ്റ്, ഈ കൾച്ചർ ഫെയർ ടെസ്റ്റ് എന്തിനാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ലാംഗ്വേജിൻ്റെ ഇൻഫ്ലുവൻസ് അല്ലെങ്കിൽ കൾച്ചറൽ നോളജ്, എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ട് ഇതൊന്നും ഇല്ലാത്ത ആൾക്കാരുടെ ചില ട്രെയ്റ്റ്സുകൾ അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് വേർബൽ നോളജ് അല്ലെങ്കിൽ ലാംഗ്വേജ് യൂസ് ചെയ്യുന്നത് എത്രത്തോളം കുറയ്ക്കാൻ പറ്റുമോ അത്രത്തോളം കുറയ്ക്കാൻ പറ്റുന്ന രീതിയിലുള്ള ടെസ്റ്റുകൾ അഡ്മിനിസ്റ്റർ ചെയ്യേണ്ടി വരും. അപ്പം ഒരു എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ ലാംഗ്വേജോ കൾച്ചറൽ നോളജോ ഇല്ലാത്ത ആൾക്കാർക്ക് വേണ്ടി അഡ്മിനിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് ഡെവലപ്പ് ചെയ്തിരിക്കുന്നതാണ് എന്ത്? കൾച്ചർ ഫെയർ ടെസ്റ്റ്. ദേ ഫോക്കസ് ഓൺ അബ്സ്ട്രാക്ട് റീസണിങ്, പ്രോബ്ലം സോൾവിങ് ആൻഡ് പെർസെപ്ഷൻ സ്കിൽസ്. ഇതെന്താണ് ഫോക്കസ് ചെയ്യുന്നത്? നമ്മുടെ അബ്സ്ട്രാക്ട് റീസണിങ്, പ്രോബ്ലം സോൾവിങ് സ്കിൽസ് അല്ലെങ്കിൽ പെർസെപ്ഷൻ സ്കിൽസിനൊക്കെയാണ് ഇത് ഫോക്കസ് ചെയ്തിരിക്കുന്നത്. സോ കൾച്ചർ ഫെയർ ടെസ്റ്റ് ഇറ്റ് മെഷേഴ്സ് ഇന്നേറ്റ് കോഗ്നിറ്റീവ് എബിലിറ്റി റാദർ ദാൻ ലേൺഡ് ലാംഗ്വേജ്. അപ്പം ഒരാളുടെ ഉള്ളിലുള്ള ഇന്നേറ്റ് ആയിട്ടുള്ള കോഗ്നിറ്റീവ് എബിലിറ്റീസിനെയാണ് ഇത് കൂടുതൽ ഫോക്കസ് ചെയ്തിരിക്കുന്നത്. ഏതിനെക്കാട്ടും നമ്മൾ ലേൺഡ് നോളജിനെക്കാട്ടും കൂടുതൽ ഫോക്കസ് ചെയ്തിരിക്കുന്നത് ഒരാളുടെ ഉള്ളിലുള്ള ഇന്നേറ്റ് ആയിട്ട് വരുന്ന കോഗ്നിറ്റീവ് എബിലിറ്റീസിനെയാണ്. സോ ദേ യൂഷ്വലി റിലൈ ഓൺ ഫിഗേഴ്സ്, പാറ്റേൺസ് ആൻഡ് നോൺ വേർബൽ റീസണിങ്. അതുകൊണ്ട് തന്നെ ഇവിടെ വേർബൽ നോളജ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആൻസേഴ്സ് അങ്ങനത്തെ ഒരു ടൈപ്പ് അല്ലാതെ ഇവിടെ കൂടുതലും ഫിഗേഴ്സും പാറ്റേൺസും അല്ലെങ്കിൽ നോൺ വേർബൽ റീസണിങ്ങും കാര്യങ്ങളാണ് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്തിരിക്കുന്നത്. ഇനി നമ്മളുടെ എക്സാമ്പിൾസ്, കൾച്ചർ ഫെയർ ടെസ്റ്റിൻ്റെ എക്സാമ്പിൾസ് ആയിട്ട് വരുന്നത് ഏതൊക്കെയാണ്? റാവൻസ് പ്രോഗ്രസീവ് മെട്രിസസ്. ഇവിടെ പാറ്റേൺ കംപ്ലീഷനും റീസണിങ്ങും ആണ്. അപ്പം നോൺ വേർബൽ ടെസ്റ്റാണ് കൂടുതൽ. അപ്പം ലാംഗ്വേജ് യൂസ് ചെയ്യുന്നത് വളരെ കുറച്ചിട്ട് എഡ്യൂക്കേഷൻ കുറവുള്ള ആൾക്കാർക്കൊക്കെ നമുക്ക് അഡ്മിനിസ്റ്റർ ചെയ്യാൻ പറ്റുന്നത് ഈ ഒരു കൾച്ചർ ഫെയർ ടെസ്റ്റുകളാണ്. അപ്പം RPM അല്ലെങ്കിൽ റാവൻസ് പ്രോഗ്രസീവ് മെട്രിസസ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അവിടെ കൂടുതലും പാറ്റേൺ കംപ്ലീഷനും റീസണിങ്ങും ഒക്കെയാണ് ചെയ്യുന്നത്. ഇനി നാഗ്ലിയേരി നോൺ വേർബൽ എബിലിറ്റി ടെസ്റ്റ്, നമ്മൾ നേരത്തെ പറഞ്ഞ NNAT. ഇവിടെ നമ്മൾ എന്താണ്? പാറ്റേൺ റെക്കഗ്നീഷൻ ആൻഡ് ഫിഗറൽ റീസണിങ് ആണ്. കൂടുതലും പാറ്റേൺ അല്ലെങ്കിൽ ഫിഗേഴ്സിൻ്റെ ബേസ് ചെയ്തിട്ട് വരുന്ന റെക്കഗ്നീഷനും റീസണിങ്ങും ഒക്കെയാണ് ഇവിടെ വരുന്നത്. സോ കൾച്ചർ ഫെയർ ടെസ്റ്റിൽ വരുന്നത് ഏതാണ്? നാഗ്ലിയേരി നോൺ വേർബൽ എബിലിറ്റി ടെസ്റ്റ്.
പിന്നെ വരുന്നത് കാറ്റൽസ് കൾച്ചർ ഫെയർ ഇൻ്റലിജൻസ് CFIT വരുന്നുണ്ട്. ഫിഗർ റീസണിങ് സീരീസ് ക്ലാസിഫിക്കേഷൻ ഇതൊക്കെ തന്നെയാണ് അതിലും വരുന്നത്. കോഴ്സ് ബ്ലോക്ക് ഡിസൈൻ ടെസ്റ്റ് ഇത് എന്തായാലും നിങ്ങളുടെ ഡിഗ്രി ലൈഫിൽ PG ലൈഫിൽ നിങ്ങൾ ചെയ്തിട്ടുള്ള ഒന്നായിരിക്കും കോഴ്സ് ബ്ലോക്ക് ഡിസൈൻ ടെസ്റ്റ്. നോൺ വെർബൽ സ്പേഷ്യൽ റീസണിങ് ആണ് ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ നമ്മുടെ ഓപ്ഷൻസിൽ വരുന്ന ഫസ്റ്റ് എന്തായിരുന്നു? ബാട്ടിയാസ് ബാറ്ററി ഓഫ് ഇൻ്റലിജൻസ് അല്ലേ? It was developed in India, mostly verbal and performance subtest influenced by language and schooling. ഇവിടെ നമ്മൾ വേർബലും പെർഫോമൻസ് സബ് ടെസ്റ്റും ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ രണ്ടും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. വേർബലും പെർഫോമൻസ് ടെസ്റ്റും യൂസ് ചെയ്യുന്നുണ്ട്. അവിടെ ലാംഗ്വേജും സ്കൂളിനും വലിയൊരു ഇൻഫ്ലുവൻസ് ഉണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഇമ്പാക്റ്റിൻ്റെ ബേസിലാണ് നമ്മൾ ഈ ഒരു ടെസ്റ്റ് നടത്തുന്നത്. 4 വേർബൽ ടെസ്റ്റും 4 നോൺ വേർബൽ ടെസ്റ്റും ആണ് ഇതിലുള്ളത്. ഇതെന്തല്ല കൾച്ചറലി ഫെയർ അല്ല. കാരണം എന്താ, ഇവിടെ നമ്മൾ വേർബൽ ടെസ്റ്റ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നോൺ വേർബൽ ആയിട്ടുള്ള ഒരാൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ ഒരു ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ അയാളുടെ കൾച്ചർ ഫ്രീ ടെസ്റ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കൺസിഡർ ചെയ്യാൻ പറ്റില്ല. നെക്സ്റ്റ് ഓപ്ഷൻ വന്നത് എന്തായിരുന്നു? കോഫ്മാൻസ് ഇൻ്റലിജൻസ് ടെസ്റ്റ് അല്ലേ? ഡിസൈൻ ടു മെഷർ ഇൻ്റലിജൻസ് ഇൻ ചിൽഡ്രൻ ആൻഡ് അഡൾട്ട്സ് ഇൻക്ലൂഡ് ബോത്ത് വേർബൽ ആൻഡ് നോൺ വേർബൽ ടെസ്റ്റ്. ചിൽഡ്രനിലും അഡൾട്ട്സിലും, അതായത് KAIT ഉണ്ട് KABC ഉണ്ട്. ഇൻ്റലിജൻസ് കൂടുതലും ചിൽഡ്രനിലും അഡൾട്ട്സിലും അല്ലെങ്കിൽ അഡോളസൻസിലും മെഷർ ചെയ്യുന്ന ടെസ്റ്റാണ് കോഫ്മാൻസ് ഇൻ്റലിജൻസ് ടെസ്റ്റ്. ഇതിൽ വേർബൽ ടെസ്റ്റും നോൺ വേർബൽ ടെസ്റ്റും ഉണ്ട്. അപ്പം കോഫ്മാൻസ് അഡോളസൻ ആൻഡ് അഡൾട്ട് ഇൻ്റലിജൻസ് ടെസ്റ്റ് KAIT എന്ന് പറയും. KABC എന്ന് പറയുന്നത് കോഫ്മാൻസ് അസസ്മെൻറ്റ് ബാറ്ററി ഫോർ ചിൽഡ്രൻ. സോ പാർഷ്യലി നോൺ വേർബൽ ആണെങ്കിൽ കൂടി ഇത് ഫുള്ളി ഒരു കൾച്ചർ ഫെയർ ടെസ്റ്റായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കൺസിഡർ ചെയ്യാൻ പറ്റില്ല. ഇനി വെസ്ലേഴ്സ് അഡൽട്ട് ഇൻ്റലിജൻസ് സ്കെയിൽ വെയ്സ് contains verbal and performance test. വേർബലും പെർഫോമൻസ് ടെസ്റ്റും ഇത് രണ്ടും എന്ത് ചെയ്യുന്നുണ്ട്, ബേസിലുണ്ട്. സോ വേർബൽ സബ് ടെസ്റ്റ് ആർ ഹൈലി ഇൻഫ്ലുവൻസ്ഡ് ബൈ ലാംഗ്വേജ് ആൻഡ് കൾച്ചർ. അപ്പം നമ്മളുടെ ബേസിൽ വരുന്ന വേർബൽ ടെസ്റ്റ് നമ്മൾക്ക് ലാംഗ്വേജും അല്ലെങ്കിൽ കൾച്ചർ ഡിപ്പെൻഡൻസ് ഒക്കെ ഉണ്ടെങ്കിൽ തന്നെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ കൾച്ചർ ഫെയർ ടെസ്റ്റ് ആയിട്ട് ഇതിനെ കൺസിഡർ ചെയ്യാൻ പറ്റില്ല. ഇറ്റ് ഈസ് വൈഡ്ലി യൂസ്ഡ് IQ ടെസ്റ്റ്, വൈഡ്ലി യൂസ് ചെയ്യുന്ന ഒരു IQ ടെസ്റ്റ് ആണ് വെയ്സ് എന്ന് പറയുന്നത്. ഇത് ഫുൾ സ്കെയിൽ IQ, വേർബൽ IQ, പെർഫോമൻസ് IQ അങ്ങനെ ഡിഫറെൻറ്റ് ഡൊമെയിൻസ് എന്ത് ചെയ്യുന്നുണ്ട്, ഇതിൽ കൺസിഡർ ചെയ്യുന്നുണ്ട്. അതെല്ലാം എന്താണ്, ലാംഗ്വേജും എഡ്യൂക്കേഷനും ഒക്കെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ്. നെക്സ്റ്റ് വൺ എന്താണ്, നമ്മൾ പറഞ്ഞ പോലെ നാഗ്ലിയേരി നോൺ വേർബൽ എബിലിറ്റി ടെസ്റ്റ് NNAT പറയും. കംപ്ലീറ്റ്ലി നോൺ വേർബൽ ആണ്. ഇത് ഫുള്ളി കംപ്ലീറ്റ്ലി നോൺ വേർബൽ ആണ്. ഇവിടെ ഫിഗേഴ്സ് അല്ലെങ്കിൽ പാറ്റേൺ കംപ്ലീഷൻ, റീസണിങ് ടാസ്ക് ഇതൊക്കെയാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അതെന്താണ്, റീസണിങ് അല്ലെങ്കിൽ പാറ്റേൺ റെക്കഗ്നിഷൻ ഒക്കെയാണ് മെഷർ ചെയ്യുന്നത്. ഇത് നമ്മുടെ കൾച്ചർ ആൻഡ് ലാംഗ്വേജ് ബയാസസ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ പക്ക ഒരു നോൺ വേർബൽ ടെസ്റ്റായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് ആരെയാണ്, നാഗ്ലിയേരി നോൺ വേർബൽ എബിലിറ്റി ടെസ്റ്റ്. സോ നമ്മളുടെ തേർഡ് PYQ ആയിട്ടുള്ള PYQൻ്റെ ആൻസർ, ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്താ വരുന്നത്, ഓപ്ഷൻ D. ഓക്കെ. സോ ഇന്നത്തെ ക്ലാസ്സിൽ റിലയബിലിറ്റിയും പിന്നെ വേർബൽ ആൻഡ് നോൺ വേർബൽ ടെസ്റ്റും കൂടാതെ കൾച്ചർ ഫ്രീ ടെസ്റ്റ് എന്താണെന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൽ റിലയബിലിറ്റി വളരെ ഡീപ്പായിട്ടുള്ളതാണ്. അതിൽ ടൈപ്സ് ഓഫ് റിലയബിലിറ്റിയും റിലയബിലിറ്റി എന്താണെന്നുള്ളതും അതിൻ്റെ ബേസ് ചെയ്ത് വരുന്ന ക്വസ്റ്റ്യനുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. കൂടാതെ ക്ലാസിഫിക്കേഷൻ ഓഫ് ടെസ്റ്റിലാണ് ഈ വേർബൽ ടെസ്റ്റ്, നോൺ വേർബൽ ടെസ്റ്റ്, സ്പീഡ് ടെസ്റ്റ്, പവർ ടെസ്റ്റ്, അങ്ങനെ കുറേ ഒബ്ജക്റ്റീവ് സബ്ജക്റ്റീവ് അങ്ങനെ കുറേ ക്ലാസിഫിക്കേഷൻസ് വരുന്നുണ്ട്. സിമ്പിൾ ആണെന്ന് കരുതി അതിനെ നോട്ട് ചെയ്യാതെ പോകരുത്. എന്തിൻ്റെ ബേസിസിലാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. സോ ENLITE എന്ന് പറയുന്നത് EDFIL അവതരിപ്പിക്കുന്ന നമ്മളുടെ കോഴ്സാണ്. ഇതിൽ PYQ അനാലിസിസ് ആയിട്ടുള്ള യൂട്യൂബ് ക്ലാസ്സസ്, ഡെയിലി ബേസിസിൽ പോൾസ്, PYQ ക്വസ്റ്റ്യൻസ് നമ്മൾ വാട്സപ്പ് വഴി ഡിസ്കസ് ചെയ്യുന്നുണ്ട്, എക്സ്പ്ലനേഷൻസ് തരുന്നുണ്ട്, ഡീറ്റെയിൽ നോട്ട്സ് തരുന്നുണ്ട്. ഇതെല്ലാം തന്നെ നിങ്ങൾ താഴെ കാണുന്ന ഡിസ്ക്രിപ്ഷൻ വഴി വാട്സപ്പ് ഗ്രൂപ്പിൽ ലിങ്ക് വഴി കയറിയതിന് ശേഷം എല്ലാം തന്നെ അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക. താങ്ക്